നമസ്കാരം. കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് അഥവാ CNG കാറുകളോടാണ് ഇപ്പോഴത്തെ ആളുകൾക്ക് പ്രിയം. അതിന് കാരണം ഇന്ത്യയിൽ കുതിച്ചുയരുന്ന പെട്രോൾ ഡീസൽ വില തന്നെയാണ്. മാത്രമല്ല താരതമ്യേന ഒരുപാട് മൈലേജ് CNG കാറുകൾക്ക് കിട്ടാറുണ്ട്. ഇലക്ട്രിക്കിലേക്ക് ചേക്കേറാൻ ആഗ്രഹിക്കാത്തവരും അവസാനം എത്തുന്നത് CNG വാഹനങ്ങളിൽ തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളായ മാരുതി സുസുക്കി ഡീസൽ എഞ്ചിൻ നിർത്തലാക്കിയതിന്റെ വിടവ് നികത്തുന്നത് സത്യം പറഞ്ഞാൽ CNG വാഹനങ്ങളിലൂടെയാണ്. മറ്റ് രണ്ട് മുൻനിര കമ്പനികളായ ഹ്യുണ്ടയും ടാറ്റയും CNG കാറുകൾ പുറത്തിറക്കുന്നുണ്ട് എങ്കിലും മാരുതിയുടെ ഓഫർ ചെയ്യുന്ന അത്രയും മോഡലുകൾ അവർക്കില്ല. അതുകൊണ്ട് തന്നെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ CNG കാറുകൾ വിൽക്കുന്ന കമ്പനിയായാണ് മാരുതി അറിയപ്പെടുന്നത്. കമ്പനിയുടെ പോർട്ട്ഫോളിയോയിൽ ആകെ 17 മോഡലുകൾ ഉൾപ്പെടുന്നുണ്ട്. ഇതിൽ ഒരു ഡസനിലധികം കാറുകൾ ഫാക്ടറി ഫിറ്റഡ് CNG കിറ്റുമായിട്ടാണ് വരുന്നത്. പരിസ്ഥിതി സൗഹൃദ ബദൽ എന്നതിൽ ഉപരി CNG കാറുകളുടെ മൈലേജിലാണ് ജനങ്ങൾ കൂടുതലും ആകൃഷ്ടരാകുന്നത്. പവർ ഔട്ട്പുട്ട് അല്പം കുറഞ്ഞാലും കുഴപ്പമില്ല, മൈലേജ് നല്ലപോലെ കിട്ടിയാൽ മതി എന്ന നിലപാടിലാണ് നമ്മുടെ നാട്ടുകാരുള്ളത്. 2025 സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ CNG കാറുകൾ ബമ്പർ വിൽപ്പനയാണ് സ്വന്തമാക്കിയത്. 2025 സാമ്പത്തിക വർഷത്തിൽ മാരുതി സുസുക്കി ലക്ഷക്കണക്കിന് പാസഞ്ചർ വാഹനങ്ങളാണ് വിറ്റത്. ഇതിൽ ഏകദേശം 6,20,000 യൂണിറ്റ് CNG കാറുകൾ ആയിരുന്നു. ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം മാരുതി കഴിഞ്ഞ സാമ്പത്തിക വർഷം വിറ്റ 3 കാറുകളിൽ ഒന്ന് CNG ആയിരുന്നു. മുൻവർഷത്തെ അപേക്ഷിച്ച് മാരുതി സുസുക്കി CNG വാഹന വിപണിയിൽ 28% വളർച്ച കൈവരിച്ചിട്ടുണ്ട്. രാജ്യത്തെ തങ്ങളുടെ CNG പോർട്ട്ഫോളിയോ 13 വാഹനങ്ങളാക്കി ഉയർത്തിയത് ഗുണം ചെയ്തിട്ടുണ്ട്. ജിംനി, ഇഗ്നിസ, ഇൻവിക്ടോ എന്നിവ ഒഴികെ ഒരുവിധം എല്ലാ മാരുതി സുസുക്കി കാറുകളും ഫാക്ടറി ഫിറ്റഡ് CNG കിറ്റുകളായി വന്നു. ഇത്രയും വലിയ മോഡൽ ശ്രേണിയും അവയിൽ മിക്കതിനുമുള്ള ശക്തമായ ഡിമാൻഡുമാണ് മാരുതിയെ CNG വിഭാഗത്തിലും ആധിപത്യം പുലർത്താൻ ഇടാക്കി കൊടുത്തത്. 2024 അവസാനത്തോടെ 71.60% CNG വിഭാഗത്തിൽ മാരുതി സുസുക്കിയുടെ വിപണി വിഹിതം. 16.13% വിപണി വിഹിതമുള്ള ടാറ്റ മോട്ടോഴ്സ് ആണ് മാരുതിക്ക് പിന്നിലുള്ളത്. ഹ്യുണ്ടൈ 10.04% വിപണി വിഹിതവുമായി 3ാം സ്ഥാനത്തുണ്ട്. മാരുതിയുമായുള്ള പങ്കാളിത്തം CNG വിഭാഗത്തിലും ടൊയോട്ടയ്ക്ക് നേട്ടമാണ്. 2.21% വിപണി വിഹിതവുമായി ടൊയോട്ട CNG വിഭാഗത്തിൽ സാന്നിധ്യം അറിയിക്കുന്നുണ്ട്. മാരുതിയുടെ CNG കാറുകളുടെ മൈലേജ് വളരെ മികച്ചതാണ്. സെലേറിയയുടെ CNG വേരിയന്റിന്റെ മൈലേജ് കിലോഗ്രാമിന് 34.43 കിലോമീറ്ററാണ്. അതുകൊണ്ട് തന്നെ ബജറ്റ് അവബോധമുള്ള മികച്ച മൈലേജ് തേടുന്നവർ മാരുതി CNG കാർ വാങ്ങുന്നുണ്ട്. ടാറ്റ മോട്ടോഴ്സ് തങ്ങളുടെ CNG കാർ വിൽപ്പന കണക്കുകൾ നൽകിയിട്ടില്ല എങ്കിലും 2024 സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് CNG വാഹന വിപണിയിൽ 35% വളർച്ച രേഖപ്പെടുത്തിയതായി കമ്പനി അറിയിച്ചിട്ടുണ്ട്. CNG വിപണിയിലെ വിജയത്തിനൊപ്പം 2025 സാമ്പത്തിക വർഷം മാരുതി സുസുക്കി 20,678 യൂണിറ്റ് സ്ട്രോങ് ഹൈബ്രിഡ് വാഹനങ്ങൾ വിറ്റു. 2025 സാമ്പത്തിക വർഷത്തിലെ മൊത്തം വിൽപ്പനയുടെ 2.4% വരും. ഇത് 2024 സാമ്പത്തിക വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് 27% വാർഷിക വർധനമാണ്. ഗ്രാൻഡ് വിറ്റാര, ഇൻവിക്ടോ എന്നിവയാണ് സ്ട്രോങ് ഹൈബ്രിഡ് പവർ ട്രെയിനുകൾ വാഗ്ദാനം ചെയ്യുന്ന 2 മാരുതി മോഡലുകൾ. മൊത്തം CNG വിൽപ്പനയിൽ ടാറ്റ മോട്ടോഴ്സ് 2ാം സ്ഥാനത്താണുള്ളത്. ബൂട്ട് സ്പേസ് പ്രശ്നം പരിഹരിക്കുന്ന ഡ്യുവൽ സിലിണ്ടർ CNG വിദ്യയാണ് ടാറ്റ CNG വാഹനങ്ങളുടെ പ്രധാന ആകർഷക ഘടകം. ഇപ്പോൾ എതിരാളിയായ ഹ്യുണ്ടയും ടാറ്റയെ പിന്തുടർന്ന ഈ സാങ്കേതിക വിദ്യ കൊണ്ടുവന്നിരിക്കുകയാണ്. എക്സ്റ്റർ, ഗ്രാൻഡ് ഐറ്റൻ, നിയോസ എന്നീ മോഡലുകളിൽ ഹൈ CNG ഡിയോ എന്ന് വിളിക്കുന്ന ഡ്യുവൽ സിലിണ്ടർ ടെക്നോളജി കൊണ്ടുവന്നിരുന്നു. CNG കാറുകൾക്കൊപ്പം ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഓപ്ഷൻ വാഗ്ദാനം ചെയ്യുന്ന ഏക കമ്പനിയും ടാറ്റയാണ്. ടാറ്റയുടെ ടിയാഗോ, അതുപോലെ തന്നെ ടിഗോർ എന്നിവ മാത്രമാണ് CNG ഓട്ടോമാറ്റിക് കോമ്പിനേഷനിൽ കിട്ടുന്ന കാറുകൾ. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും മികച്ച മൈലേജും കാരണം നിരവധി ഉപയോക്താക്കൾ ഈ കാറുകൾ ഇഷ്ടപ്പെടുന്നുണ്ട്. ഈ നവീകരണം ടാറ്റയെ വിപണിയിലെ മറ്റ് എതിരാളികളിൽ നിന്ന് വ്യത്യസ്തവുമാക്കുന്നുണ്ട്.